ഹലോ. ഈ ഗർഭിണികൾക്ക് മാത്രമല്ല കേട്ടോ, റീൽസ് കാണുന്നവർക്കും വരും വ്യാക്കുകൾ. അങ്ങനെ ഒരു വ്യാക്കുകൾ തോന്നിയതിൻ്റെ പരിണിത ഫലമായിട്ടാണ് ഞങ്ങൾ ഈ കടകളെല്ലാം കയറി ഇറങ്ങുന്നത്. വൈകിട്ട് ഫോണിൽ ഒരു റീൽസ് കണ്ടിട്ടുണ്ടായിരുന്നു, കപ്പയും പോട്ടിയും ഉണ്ടാക്കുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് വേറൊരാളെ ഓർമ്മ വന്നു, ഈ കപ്പ ബിരിയാണി. രാത്രി ഒരു 8:30 ആയപ്പോഴേക്കാണ് ലിനേഷ് വന്നത്. അപ്പം തന്നെ കാര്യം പറഞ്ഞു. എന്നാൽ പിന്നെ നമുക്ക് വാങ്ങിക്കളയാമെന്ന് വിചാരിച്ച് തട്ടുകട ചെന്നപ്പോൾ അവിടെ കപ്പ ബിരിയാണി തീർന്നു. ആഗ്രഹം പറഞ്ഞിട്ട് ഇനി നടക്കാണ്ട് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ലിനേഷ് പറഞ്ഞു നമുക്ക് ഉണ്ടാക്കാമെന്ന്. അങ്ങനെ കപ്പ അന്വേഷിച്ച് നാട്ടിലെ കടയായ കടയെല്ലാം കയറി ഇറങ്ങി. അവസാനം മാർക്കറ്റിലെ ഒരു കടയിൽ നിന്ന് ഒരു കപ്പ കിട്ടി. ഇനി അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ബീഫാണ്. ബീഫ് കടയൊക്കെ 7:30 ആയപ്പോഴേ പൂട്ടി ആൾക്കാർ വീട്ടിൽ പോയി. പിന്നെ അലീഷയുടെ അമ്മയുടെ റെക്കമെൻഡേഷൻ വഴി നമുക്ക് അടുത്തുള്ളൊരു ബീഫ് കച്ചവടം ചെയ്യുന്ന ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് 1 കിലോ ബീഫ് ഒപ്പിച്ചു. അത് കട്ട് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ തനിയെ വീട്ടിൽ കൊണ്ടുവന്ന് കട്ട് ചെയ്യാണ് ചെയ്തത്. അങ്ങനെ ബീഫ് കട്ട് ചെയ്ത് കഴുകിയെടുത്ത് മാറ്റി വെച്ചു. അതിനിടയ്ക്ക് കപ്പയും പൊളിച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയാണ് പ്രിപ്പറേഷൻസ് തുടങ്ങാൻ പോകുന്നത്. ഒരു 2-3 സവാള കട്ട് ചെയ്തെടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചേർത്ത് കുക്കറിലേക്ക് ഇട്ടു. നന്നായി വാട്ടിയെടുത്തു. ഒടുക്ക സവാള എനിക്കിന് തീരെ വയ്യ ചേച്ചി എന്ന് പറഞ്ഞു തുടങ്ങി. അപ്പോഴേക്കും അതിനകത്ത് പൊടി ഐറ്റംസ് എല്ലാം ഇട്ട് ഒന്നുകൂടി വഴറ്റിയെടുത്തു. പിന്നെ അതിലേക്ക് ബീഫും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു. പിന്നെ ഒരു നാരങ്ങയും പിഴിഞ്ഞൊഴിച്ചു. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായി ഇളക്കിക്കൂട്ടി കുക്കർ അടച്ചു. ആ സമയത്ത് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ട് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നേരത്തെ വേവിക്കാൻ വെച്ച കപ്പ നല്ല മെഴുക് പോലെ വെന്ത് വന്നു. പക്ഷേ ബീഫ് ഇച്ചിരി മുറ്റായിരുന്നു കേട്ടോ. 7 വിസിലടിച്ചിട്ടാണ് അതൊന്ന് വെന്ത് കിട്ടിയത്. എല്ലാം കൂടെ റെഡിയായി വന്നപ്പോഴേക്കും ഏകദേശം ഒരു 11 മണിയോടെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനത് വേറെ പാത്രത്തിലേക്കൊന്നും മാറ്റാൻ നിന്നില്ല. ആ വേവിച്ച് വെച്ച ബീഫിലേക്ക് തന്നെ കപ്പയും പിന്നെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയുടെ മിക്സും കൂടെ മുകളിലേക്ക് തൂവി കൊടുത്തു. പിന്നെ ആ കുക്കറിൻ്റെ അടപ്പ് തന്നെ അതിൻ്റെ മുകളിലേക്കൊന്ന് പതുക്കെ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ദമ്മിട്ടു. കൊതി മൂത്തിരിക്കുന്ന എനിക്ക് ആ 10 മിനിറ്റ് 10 മണിക്കൂർ പോലെയാണ് കടന്നുപോയത്. എങ്ങനെയൊക്കെയോ 10 മിനിറ്റ് കഴിച്ചു കൂട്ടി. എന്നിട്ട് ഞാൻ ആ കുക്കറിൻ്റെ മൂടി അങ്ങ് തുറന്നു. അപ്പോൾ ഒരു മണം വരും. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായി അങ്ങ് മിക്സ് ചെയ്തു. വേഗം തന്നെ ചൂടോടെ ഒരു പ്ലേറ്റിലേക്ക് എടുത്തു. ഞാനിത് പ്ലേറ്റിലേക്ക് എടുക്കുമ്പോൾ എൻ്റെ പിന്നിൽ ഒരുപാട് ആളുകൾ ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു. കുട്ടികളൊക്കെ 9:30 ഉറങ്ങുന്നതാണ്. പക്ഷേ ഇന്നൊരു ദിവസം മാത്രം 11:30-12 മണിയായി എല്ലാവരും ഉറങ്ങിയപ്പോൾ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കപ്പ ബിരിയാണി കഴിച്ചു. ഇതെൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു. പക്ഷെ നന്നായിട്ടുണ്ടായിരുന്നു. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് സ്വയം പറയുന്നതല്ല, നന്നായിട്ടുണ്ടായിരുന്നു. 1 കിലോ ബീഫിൻ്റെയും 1 കപ്പയുടെയും ചിലവ് മാത്രമേ വന്നിട്ടുള്ളൂ. എന്തായാലും ആ വ്യാക്കുകൾ അങ്ങനെ കഴിഞ്ഞു.